Okay. Then അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we are moving on to the next topic, which is 1:8 DMux using data flow modeling. ഈ സെയിം ഇപ്പോൾ തൊട്ടുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 1:8 DMux ആയിരുന്നു, സ്ട്രക്ചറൽ മോഡലിംഗ് ആയിരുന്നു. ഇനിയിപ്പോൾ ഡേറ്റ ഫ്ലോയിലേക്ക് വരണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ എഴുതാതെ അല്ലെങ്കിൽ എഴുതാൻ അറിയത്തില്ല, നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സൈഡിൽ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ എഴുതി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് നോക്കിയാൽ, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം 1:2 DMux ഇവിടെ നമ്മൾ വെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, വിച്ച് മീൻസ് S2 S1 S0 D0 ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഇനി വെക്ടറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്ടറായിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വെക്ടർ ഡിക്ലറേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഡേറ്റ ഫ്ലോ മോഡലിംഗ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ S2 S1 S0 ഞാനിപ്പോൾ നിലവിൽ വെക്ടർ ആക്കിയിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്ടർ ആക്കണമെങ്കിൽ ആക്കാം. 3 ഉള്ളതുകൊണ്ട് തൽക്കാലം വെക്ടർ ആക്കിയിട്ടില്ലെന്നേ ഉള്ളൂ, ആക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും തന്നെയില്ല. ഓക്കെ. So module name, list of pods, then the declaration of pod. So here നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ, വിച്ച് ഈസ് ഡി. എന്ന് പറയുന്ന ഇൻപുട്ടിനെ തൊട്ട് മുമ്പത്തെ ഡയഗ്രത്തിൽ ഡി എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഇപ്പം ഡി ഇൻ എന്നാണ് വിളിച്ചേക്കുന്നത്. കാരണം രണ്ട് സെയിം വേരിയബിൾ അല്ലെങ്കിൽ വരും, ഔട്ടും D0 D1 D2 എന്നുള്ളത് നമ്മൾ വെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ വേരിയബിൾ നെയിം ഡി എന്ന് തന്നെ വരുന്നതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ അതിന് ഡി ഇൻ എന്ന് വിളിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ. സോ ഡി ഇൻ is the input, S2 S1 S0 are the select lines. They would have vector input ആയിട്ടാണ് ഇപ്പോൾ D നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. Where D7 is the MSB and D of 0 is the LSB. തിരിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ആ രീതിയിൽ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിൽ വെക്ടറിന് ഇപ്പം എപ്പോഴും D of 7 തന്നെ MSB ആവണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ എഴുതാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഡിജിറ്റലി പഠിച്ചിരിക്കുന്നതാണ് അല്ലേ. സോ അപ്പം ആ MSB LSB നമുക്ക് മാറി മാറി എഴുതാം, പ്രൊവൈഡഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനിൽ ആ ചേഞ്ച് വരുന്നു മാത്രമേ ഉള്ളൂ. സോ അതേ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഹിയർ D of 7 എന്ന് പറയുന്നത് ഈസ് ദ MSB. ഓക്കെ. സോ അപ്പം നോക്കിയാൽ ദിസ് ഇസ് ദ ഇക്വേഷൻ. D0 എന്ന് പറയുന്നത് D in into S2 bar S1 bar S0 bar. അത് തന്നെയല്ലേ നമ്മുടെ ഫിഗറിലും കൊടുത്തിരിക്കുന്നത്, D0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ D of 0 is equal to ഈ ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെ കേട്ടോ ഞാനിപ്പോൾ എഴുതിയേക്കുന്നത്. സോ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്, സോ ഈ D0യുടെ ഔട്ട് എന്തായിരിക്കും, ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ D ഇൻ എന്ന് അതിനെ വിളിച്ചേക്കുന്നത്, D in S0 bar, D in and S2 bar and S1 bar and S0 bar അല്ലേ. സോ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് D in S2 bar S1 bar S0 bar. സിമിലർലി ഇപ്പോൾ ഒരു D4 കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് ഞാനൊന്ന് മറന്ന ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. D4ന്റെ ഒരു ഇൻപുട്ട് ഈസ് D, ഇപ്പോഴത്തെ D in. സോ D in S2, then this is S1N, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥയിൽ നമുക്ക് S1N എന്ന് പറയുന്നത് which is S1 bar in data flow. ദെൻ പിന്നത്തെ എന്ന് പറയുന്നത് S0 ബാർ അല്ലേ. സോ D4. സോ D4 എന്ന് പറയുന്നത് D in S2 S1 bar S0 bar. ഓക്കെ. സോ അപ്പോൾ ഓൾറെഡി ദിസ് ഇസ് ദ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. അതിനെ ജസ്റ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് ഡേറ്റ ഫ്ലോ മോഡലിംഗ് സ്റ്റൈലിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ആൻഡിന് ആംബസെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം. ദെൻ ബാർ എന്ന് പറയുന്ന സംഭവം നമുക്ക് കീബോർഡ് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. സോ ഒരിക്കലും അതുകൊണ്ട് തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ ബാർ അല്ലെങ്കിൽ നോട്ടിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ സിമ്പിളാണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ D in ഇവിടെ ആൻഡ് വരുന്നുണ്ട്. സോ ആൻഡിന് ആംബസെൻ്റ് വെച്ച് റീപ്ലേസ് ചെയ്തു. S2 bar which is not of S2, then and S1 bar which is equal to not of S1, then and S0 bar which is equal to not of S0. ജസ്റ്റ് അതേപോലെ ഒന്ന് എഴുതാനായിട്ടേ ഉള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഈ ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത്. D of 0, D സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്താണ് 0 എഴുതിയിരിക്കുന്നത്. സിമിലർലി D സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1. എന്നാൽ മാത്രം നമുക്ക് ഇതിനകത്തിരിക്കുന്ന ഈ വെക്ടറിൻ്റെ അകത്തിരിക്കുന്ന ഓരോ എലമെൻസിനെ പേരെടുത്ത് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന D എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഓരോ എലമെൻറ്റ്സ്, വിച്ച് മീൻസ് 8 എലമെൻറ്റ്സ് ഉണ്ട്. സോ 8 ബിറ്റ് വെക്ടർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ അതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ എലമെൻസിനെയും പേരെടുത്ത് വിളിക്കണം. ഇവിടെ D0 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കോളിംഗ് നടക്കത്തില്ല, അല്ലെങ്കിൽ അലോക്കേഷൻ നടക്കത്തില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. വെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് വേണം വാട്ട് എവർ ഇസ് ദ എലമെൻറ്റ് അതിനെ വിളിക്കാനായിട്ട്. ആ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്ക്വയർ ബ്രാക്കറ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് അത് പ്രോപ്പറായിട്ടാണ് കിടക്കുന്നത്.
So this is about 1:8 Dmux. Okay, ഇവിടെ ഹെഡിങ് എഴുതിയിരിക്കുന്നതിൽ ചെറിയ തെറ്റുണ്ട്, മാറ്റിക്കോളാം. ഓക്കെ, സോ ഇതും 1:8 Dmux-ന്റെ തന്നെ ടെസ്റ്റ് ബെഞ്ച് ആണ്. ഓക്കെ, സോ മൊഡ്യൂൾ നെയിം കൊടുക്കുന്നു. ഇപ്പൊ തന്നെ നീണ്ട മൊഡ്യൂൾ നെയിം ഒന്നും കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൊഡ്യൂൾ നെയിം കൊടുക്കാം. ടെസ്റ്റ് ബെഞ്ച് എഴുതുമ്പോഴത്തേക്കും പോർട്ട് ലിസ്റ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നത്തെ മേജർ ചേഞ്ച് എന്താണ്? വാട്ട് എവർ ആർ ഡിക്ലെയർഡ് ആസ് ഇൻപുട്ട് ദാറ്റ് നീഡ്സ് ടു ബി ഡിക്ലെയർഡ് ആസ് രജിസ്റ്റേഴ്സ് ആൻഡ് ഔട്ട്പുട്ട് നീഡ്സ് ടു ബി ഡിക്ലെയർഡ് ആസ് വയർ അല്ലേ. സോ ഇവിടെ നേരത്തെ നമ്മുടെ ഇൻപുട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എല്ലാം റെജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഔട്ട്പുട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരുന്ന ഡി ഈസ് കറന്റ് ഡിക്ലെയർഡ് ആസ് വയർ in the test bench. Okay, then പിന്നത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റാൻസിയേഷൻ. ഫോർ ഇൻസ്റ്റാൻസിയേഷൻ we need to call the main program by its name. ഇത് എന്താണോ ഞാൻ മെയിൻ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന പേര്, ആ പേര് കൊടുക്കുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം UUT, ദെൻ ഓരോ പോർട്ട് ടു പോർട്ട്, ആ ലിസ്റ്റ് ഓഫ് പോർട്ട്സിൽ കിടക്കുന്ന ഓരോ പോർട്ടിന്റെ ഈ വേരിയബിൾസിനെയും നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന സെയിം വേരിയബിൾസ് തന്നെ ഉപയോഗിക്കാൻ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കോളിംഗ് ഓഫ് ഈച്ച് പോർട്ട്സ് ബൈ നെയിംഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാൻസിയേഷൻ പ്രോസസ്സാണ് ഇവിടെ നടന്നേക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി കാണുമ്പോൾ അറിയാം അല്ലേ. സോ ഓരോ വേരിയബിൾ നെയിം വേണേൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പ്രിഫറബിളി വേരിയബിൾ ചേഞ്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തെറ്റാതിരിക്കാനും പ്രോഗ്രാം ലാബിൽ ചെയ്യുന്ന സമയത്ത് തെറ്റാതിരിക്കാനും നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ മെയിൻ പ്രോഗ്രാമിനും ടെസ്റ്റ് ബെഞ്ചിനും സെയിം വേരിയബിൾസ് തന്നെ ഉപയോഗിച്ചേക്കുന്നത്. സോ ആ വേരിയബിൾസിനെല്ലാം നമ്മൾ നെയിംഡ് ലിസ്റ്റ് ഇട്ട് കണക്ട് ചെയ്ത് വിടുന്നു. അപ്പം ഇവിടെ വെക്ടറായിട്ട് ചെയ്തതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ D ഓഫ് D എന്ന് മാത്രം വിളിച്ചവിടെ നിർത്താം. അല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് D0, D1, D2 എന്ന് പറഞ്ഞ് D7 വരെ ഇരുന്നുകൊണ്ട് ഇവിടെ മുഴുവൻ നമ്മൾ കണക്ട് ചെയ്ത് വിടണമായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 1:4 or 4:1 മക്സ് Dmux വരെയൊക്കെ നിങ്ങൾക്ക് വെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ 1:8 ആൻഡ് 8:1 വരുമ്പോൾ വെക്ടർ ഡിക്ലറേഷൻ ഇല്ലെങ്കിൽ പ്രോഗ്രാം എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദെൻ വി നോ നമ്മളുടെ ഇനീഷ്യൽ ബ്ലോക്ക് നമ്മൾ ബിഗിൻ ചെയ്യണം എന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം. ഓക്കെ, സോ then the begin and end for the square for the curly brackets which is similar to the curly brackets in C programming. Then initially ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Dmux നമ്മൾ നേരത്തെ കണ്ട സമയത്തും 1:4 Dmux-ന്റെ ടെസ്റ്റ് ബെഞ്ച് എഴുതുമ്പം D in 1 ആക്കി വെക്കണം, അല്ലെങ്കിൽ ഡിയുടെ വാല്യൂ 1 ആക്കി വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇത് 1 ആക്കി വെക്കാൻ മറന്നു പോകരുത്. അതിന്റെ റീസൺ ഒക്കെ ലാസ്റ്റ് ക്ലാസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ D in 1 ആക്കി വെച്ചില്ലെങ്കിൽ 0 മാത്രമായിരിക്കും ഔട്ടിലേക്ക് വരിക. ബാക്കിയുള്ള ഔട്ട്പുട്ട് ടേം എല്ലാ ഔട്ട്പുട്ട് ടെർമിനൽസിലും 0 അല്ലേ. സോ ഡീനിൽ ഇരിക്കുന്ന വാല്യൂ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ടെർമിനലിലേക്കായിരിക്കും പോവുക. സോ എല്ലാത്തിന്റെ വാല്യൂ 0 ആണ്. ഡീനും 0 ആണെന്നുണ്ടെങ്കിൽ 0 ഏത് 0 ആണ് ഡീനിൽ നിന്ന് വന്ന 0 എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് D in 1 ആക്കി വെക്കാൻ മറന്നു പോകരുത്. ഏത് Dmux എഴുതി കഴിഞ്ഞാലും, ഏത് Dmux-നെ ടെസ്റ്റ് ബെഞ്ച് എഴുതി കഴിഞ്ഞാലും then the rest of the initialization process in which S2, S1, S0 initially നമ്മൾ 0, 0, 0 ആക്കി വെക്കുന്നു. then after a small time delay നമ്മൾ ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷൻസും, അതായത് 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1 up to 1, 1, 1, 1 വരെയുള്ള എല്ലാ കോമ്പിനേഷൻസും ആണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സോ അപ്പോൾ ഒരു 3 വേരിയബിൾസ് വരെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്രോഗ്രാംസിന്റെ ടെസ്റ്റ് ബെഞ്ച് നിങ്ങൾ എഴുതുന്ന സമയത്ത് 0, 0, 0 മുതൽ 1, 1, 1, 1 വരെ ഉള്ളത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 4 കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ 16 കോമ്പിനേഷൻ ഒക്കെ ടെസ്റ്റ് ബെഞ്ചിൽ എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും എക്സാമിന്റെ സമയത്ത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 8 എണ്ണം വരെയൊക്കെ 4 to 8 കോമ്പിനേഷൻസ് ഒക്കെ വരെ വെച്ച ഫസ്റ്റത്തേതും ലാസ്റ്റത്തേതും എന്തായാലും വേണം. അതുകൂടാതെ ബാക്കി ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് വല്ലതൊക്കെ ഒന്ന് എഴുതിയാൽ മതിയായിരിക്കും എക്സാമിന് നമ്മൾ എഴുതുന്ന സമയത്ത്. ഇതിന്റെ കേസ് അല്ലാട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 16:1 1:16 മക്സ് Dmux ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഇത്ത കാര്യമാണ് പറഞ്ഞത്. സോ ഇത് ക്ലിയർ